ഒരു 7, 8 വയസ്സായി കഴിഞ്ഞ സ്ത്രൈണത കാണിക്കുമ്പോൾ തന്നെ വീട്ടിൽ അമ്മ ചോദിക്കും, "നീ എന്തിനാ രണ്ടും കെട്ട് എൻ്റെ വയറ്റിൽ തന്നെ ജനിച്ചത്?" അച്ഛൻ ചോദിക്കും, "ശപിക്കപ്പെട്ട ജന്മമായിട്ട് നീ ഞങ്ങളുടെ കുടുംബത്തിൽ എന്താ വന്നത്?" ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചോദിക്കുന്നിടത്ത് അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും എനിക്ക് അനുഭവപ്പെടേണ്ടി വന്നിട്ടില്ല. കാരണം ഏറ്റവും കൂടുതൽ ഇന്നെൻ്റെ സ്വർഗം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് എൻ്റെ വീട് എന്ന് തന്നെയാണ്. കാരണം അത് മിസ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള റീസൺസ് ഉണ്ട്. കാരണം എൻ്റെ കല്യാണത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ എൻ്റെ വീട്ടുകാർക്ക് ഉണ്ടായിരുന്നു. ഏട്ടൻ്റെ 45ഓളം പേരക്കുട്ടികളുള്ള വീടായിരുന്നു. 45ഓളം പേരക്കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നറിയാം. അവർക്ക് കുളിക്കാൻ പോകുമ്പോഴും കളിക്കാനും സിനിമയ്ക്കും ഒക്കെ പോകാനൊക്കെ ഞാൻ തന്നെ ഒരാളായിരുന്നു. കല്യാണം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കല്യാണം കഴിയാത്ത ഒരാളായതുകൊണ്ട് അപ്പോൾ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഞാനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നാട്ടിലൊന്നും എന്നെ അങ്ങനെ പരിഹസിച്ച് അങ്ങനത്തെ രീതിയിലൊന്നും വന്നിട്ടില്ല. വലിയൊരു ഒരു ഏജിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം നമ്മൾ എന്താ പറയുക, നമ്മൾക്ക് വീട്ടിൽ നിന്നൊക്കെ വിട്ട് ബാംഗ്ലൂരിലൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് ആണ് ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി എന്താണോ ഞാൻ എന്താണെന്നും തിരിച്ചറിയുന്നത്. കാരണം അവിടെ നോർമൽ വീട്ടിൽ നടക്കുന്നു, നമ്മൾ വിചാരിക്കുന്ന ആൺകുട്ടിയാണ്, ആൺകുട്ടിയുടെ ടീഷർട്ടും പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് നടക്കുന്നു. പിന്നീട് നമ്മൾ ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പോകുന്ന സമയത്ത് അവിടെ പരിഹാസങ്ങളാവുന്നു. ഈ സ്ത്രൈണഭാവം കാണുമ്പോൾ ചോദിക്കുന്നു, "നീ എന്താണല്ലേ, അതോ ഈ പെണ്ണുങ്ങളെ പോലെ തന്നെയാണല്ലോ നിൻ്റെ രീതിയൊക്കെ" എന്നൊക്കെ പരിഹസിക്കുന്നു. അങ്ങനെ അവിടെ എന്താ പറയുക, ഞാൻ അതൊന്നും വേണ്ട, പഠനമൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ എൻ്റെ ഇത്ത ഹെയർ ഹോസ്റ്റസ് ആയിരുന്നു. അവൾ എന്നോട് ചോദിക്കുന്നത്, "നിനക്ക് ഇതൊക്കെ ഏകദേശം മനസ്സിലായി തുടങ്ങിയ ഒരാളായിരുന്നു അവൾ." അപ്പോൾ എന്നെ തിരിച്ച് പിന്നെ അവിടേക്ക് ബാംഗ്ലൂർ പഠിക്കാൻ കൊണ്ടുവന്നു. ആ കൊണ്ടുവന്ന സമയത്ത് ഞാൻ ഒരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലാവുന്നു. ഞാൻ വിചാരിക്കുന്നത് ഞാൻ ആൺകുട്ടിയാണ്, അത്യാവശ്യം കാണാനും കൊള്ളാം. അപ്പോൾ എന്നെ പ്രണയിക്കാൻ അവിടെ ഒരു കുട്ടി റെഡിയായി. അപ്പോൾ ഞങ്ങൾ രണ്ടാളും നല്ല ലിവിങ് ടുഗദർ പോലെ അവിടെ ജീവിക്കുന്നു, നല്ല അതിൽ. അപ്പോൾ ഈ കുട്ടീനോട് ഒരു പ്രാവശ്യം ഞങ്ങൾ ലിവിങ് ടുഗദർ പോലെ ജീവിക്കാമെന്ന് പറഞ്ഞ് ഫ്ലാറ്റൊക്കെ എടുത്ത് അവിടെ താമസിക്കുന്ന സമയത്ത് ഈ കൊച്ചിനെ ഒന്ന് ഫസ്റ്റ് നൈറ്റ് വന്ന സമയത്ത് ഞാൻ കൈ ടച്ച് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഇറിറ്റേഷൻ, അത് ലിപ് ലോക്ക്, അങ്ങനെ ലിപ്പും ഒരു കിസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവളെന്നോട് ചോദിക്കുന്നത്, "നീ ആണല്ലേ, നിനക്ക് വേറെ ആരോടെയും പ്രണയമുണ്ടോ?" ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് എന്നോട് ചോദിക്കുന്നത്. ഞാൻ അവിടെ ഇരുന്ന് കരയാമെന്നല്ലാതെ എനിക്ക് വേറെ ഒന്നും പറ്റുന്നില്ല. കാരണം അത്രയ്ക്കും ഒരു പെൺകുട്ടീനെ മനസ്സിൻ്റെ ഒരു മണൽത്തരിയോളം എനിക്ക് എന്താ പറയുക, ഒന്ന് ആ രീതിയിൽ എനിക്ക് പെരുമാറാൻ സാധിച്ചിരുന്നെങ്കിൽ, പ്രണയിക്കാൻ നമുക്ക് ആരെയും പ്രണയിക്കാം, പക്ഷേ ഇതുപോലെ എനിക്കൊരു സെക്സിനോടോ ഒരു മാനസികമായിട്ടൊരു പെൺകുട്ടീനെ ഉൾക്കൊള്ളാനോ സാധിച്ചിരുന്നെങ്കിൽ ഞാനിന്ന് എൻ്റെ വീട്ടിലുണ്ടാവുമായിരുന്നു. കാരണം ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു വീട്ടിൽ നിന്ന് വന്നൊരു കുട്ടിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു കാര്യം സാധിച്ചിരുന്നില്ല. എനിക്ക് നാട്ടിൽ ഒരുപാട് ഗേൾസ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ നാട്ടിൽ അഡ്രസ്സ് തരാം, അവിടെ ആരോടെങ്കിലും ഞാനൊരു അനാവശ്യമായിട്ടൊരു ടച്ചിങ്ങിലോ ഇതിലോ നോട്ടത്തിലോ വന്നിരുന്നെങ്കിൽ എനിക്കങ്ങനെ കഴിയുണ്ടായിരുന്നില്ല. അങ്ങനെ വീട്ടിൽ പിന്നെ കല്യാണമൊക്കെ കഴിക്കാനുള്ള ഏജായി. അപ്പം അവിടുന്ന് വീട്ടിൽ നിന്ന് ആലോചനകൾ വരാൻ തുടങ്ങി. അത് വന്നു കഴിഞ്ഞപ്പം എനിക്ക് ഞാൻ ഇത്രയും പ്രണയിച്ചൊരു കുട്ടീനെ എനിക്ക് സെക്സ് ചെയ്യാൻ സാധിക്കുന്നില്ല. പിന്നെ എനിക്ക് ആ കുട്ടീൻ്റെയും ലൈഫ് ഇതാവും. കാരണം ഇന്ന് നാട്ടുകാർ അല്ല വീട്ടുകാർ പറയുന്നത് കേട്ട് ഞാനൊരു കൊച്ചിനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഒന്നുമില്ലെങ്കിൽ എൻ്റെ നാട്ടുകാർ അവരെ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് എത്തും. കാരണം ഇന്ന് എനിക്ക് ധൈര്യത്തോട് പറയാം, ഞാനൊരു പെൺകുട്ടിയുടെയും ജീവിതം തകർത്തിട്ടില്ല. ഞാനായിട്ട് ജീവിക്കുന്നു. കാരണം ഒരാൾ ഒരു ട്രാൻസ് പേഴ്സൺ ഒരു സർജറിയിലേക്ക് എന്നുള്ള രീതിയിലേക്ക് മാറണമെങ്കിൽ, സർജറി ചെയ്ത് ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മാനസികാവസ്ഥ തീർച്ചയായിട്ടും പെണ്ണിൻ്റെതായിരിക്കണം. അതല്ലെങ്കിൽ, കാരണം നമുക്ക് ഒരു ആൺകുട്ടി ആയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ സിബ് തുറന്ന് നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റും. ഇതുപോലും ഒരു അണ്ടർസ്കേർട്ട് പോലും അല്ല ഒരു ബ്രാ പോലും യൂസ് ചെയ്യണമെങ്കിൽ അത്രയ്ക്കധികം മാനസികമായിട്ടുള്ള അവസ്ഥ അവരുടേത് സ്ത്രീയോട് യോജിച്ചിരിക്കണം. അപ്പോൾ ഒരു വെറ്റ് വരികയാണെങ്കിൽ പോലും, നമ്മൾ സർജറി കഴിഞ്ഞ് വെറ്റാണെങ്കിൽ പോലും അവിടെ നമുക്ക് അതിനോടുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്കത് പൂർണ്ണമായിട്ടും ആ സ്ത്രീയുടെ ഒരു മാനസികാവസ്ഥ ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും അതിനോട് യോജിക്കാൻ പറ്റില്ല. നമുക്ക് ഡിപ്രഷൻ വരും, നമുക്ക് സൂയിസൈഡ് ചെയ്യേണ്ട അവസ്ഥ വരും. കാരണം തീർച്ചയായിട്ടും ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ എൻറ്റേർലി ഡിഫറെൻ്റാണ് സെക്സിൻ്റെ ഭാഗങ്ങൾ. അപ്പോൾ ആ ഒരു സെക്സ് ആസ്വദിക്കുന്നത് പോലും അത്രയും കാലം ആസ്വദിച്ചിരുന്നപ്പോൾ ഒരാണിനെ പോലും നമ്മൾക്ക് ഓപ്പണായിട്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ ആൺ രൂപമായിരിക്കുന്ന സമയത്ത് ഒരു ആൺകുട്ടീനെ ഓർത്തിട്ടായിരുന്നു നമ്മൾ സ്വയംഭോഗം പോലെ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്വപ്നസ്ഖലനം പോലും ചെയ്യുന്നത് അങ്ങനെയായിരുന്നു. അപ്പോൾ ശരീരം മാത്രം ഒരു ആണിൻ്റെ തന്ന് മാനസികാവസ്ഥ കംപ്ലീറ്റ് ലേഡിയുടെ ഹോർമോൺസുകളാണെങ്കിലും ക്രോമോസോം ഇതെല്ലാം ലേഡിയുടെയും തന്നിട്ട് പിന്നെ നമ്മൾ ആ ഒരു പാർട്ടിൽ നമുക്ക് മാനസികാവസ്ഥ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല.
കാരണം ഇത് അങ്ങനെയല്ല എങ്കിൽ, സ്ത്രീയുടെ ഒരു മാനസികാവസ്ഥയല്ല എങ്കിൽ തീർച്ചയായിട്ടും ഡിപ്രഷൻ വന്ന് എന്തായാലും സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂസൈഡ് ചെയ്യേണ്ടി വരും. ഒട്ടും ഒരു നിമിഷം പോലും നമുക്ക് അവിടെ ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിലായിരുന്നു എൻ്റെ ഒരു ഇത്. കാരണം നമ്മൾ ചില കുട്ടികളെ, എത്രയോ കുട്ടികളെ പരിഹസിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ ചാന്ത് പൊട്ടല്ലേ, 9 അല്ലേ. എന്നാൽ ഇവരാരെങ്കിലും ഒരു നേരത്തെ ആഹാരമോ അല്ലെങ്കിൽ ഇതോ ഒന്നും അവർക്ക് കൊടുക്കില്ല. ഒരു ആൺകുട്ടി, ഇപ്പം ഞാൻ പറഞ്ഞു നേരത്തെ, വീട്ടിൽ നിന്ന് അമ്മയുടെ ചോദ്യം കേൾക്കേണ്ടും, രണ്ടും കെട്ട ജന്മമായിട്ട് നീ എന്തിനാ ഇവിടെ ജനിച്ചത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ കേൾക്കും. ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ട അവസ്ഥ വരും. അതിനൊരു ഹോട്ടൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു പാൻറ് ഷർട്ട് ഇട്ട് സ്ത്രൈണഭാവത്തിൽ ജോലി ചെയ്യുന്നത് കാണുമ്പം സ്വാഭാവികമായിട്ടും ഈ ചെല്ലുന്ന നിങ്ങളൊക്കെ കാറിൽ AC റെസ്റ്റോറൻറ്റ് ചെന്ന് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇത് കാണുമ്പോഴായിരിക്കും നിങ്ങൾ പരിഹസിക്കുന്നത്. ഇത് ശാന്തിപ്പോട്ടല്ലോ. അതിന് എത്ര മാനസികമായിട്ടുള്ള അവസ്ഥ, ഒരു വേദന ഉണ്ടാവും എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. എന്നാൽ ഒരു ജോലി ആരെങ്കിലും കൊടുക്കുമോ? അതുമില്ല. എന്നാൽ ഒരു പാർപ്പിടം കൊടുക്കുമോ? അതുമില്ല. ഇനിയിപ്പോൾ ഒരു ഹോട്ടൽ, ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു റൂമോ ഒരു വീടോ കൊടുക്കുകയാണെങ്കിൽ സാധാരണക്കാർക്ക് അത് 8,000 രൂപയാണ്. ഞങ്ങൾ കൊടുക്കേണ്ടി വരുന്നത് 12,000 16,000 രൂപയായിരിക്കും. അപ്പം അങ്ങനെ ഒരു താമസിക്കാനുള്ള ഒരു ഇടം പോലും കൊടുക്കാതെ ഇന്ന് എത്രയോ, ഇപ്പം 2018 ഞാൻ എറണാകുളത്ത് ഞാൻ നോർമലി ക്രോസ് ഡ്രസ് ഇട്ട് നടക്കുന്ന സമയം, അന്ന് ഇതിലേക്ക് വരണം എന്താണെന്നോ ട്രാൻസ് എന്താണെന്നോ അല്ലെ ജെൻഡർ എന്താണെന്നോ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. കാരണം ഒരു പെൺകുട്ടിയുടെ ഞാൻ കാരണം ജീവിതം നശിക്കരുത് എന്നുള്ളൊരു ചിന്തയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ്. അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഏതൊരു എനിക്ക് ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അത്ര വലിയ ഞാൻ ക്ലോസ് ആയിട്ട് കൊണ്ട് നടക്കുന്നില്ല. ഞാൻ എൻ്റെ വഴിക്ക് അങ്ങനെ പോകും. അതിൻ്റെ കൂട്ടത്തിൽ ഈ അമ്മ അങ്ങനത്തെ കൾച്ചറുകളൊന്നും ഫോളോ ചെയ്യാറില്ല. ഞാൻ സർജറി ചെയ്ത സമയത്ത് 20 പേർക്ക് ആഹാരം കൊടുത്തു, അനാഥാലയത്തിലെ കുട്ടികൾക്ക് ആഹാരം കൊടുത്തു, അതോടെ കഴിഞ്ഞു. അല്ലാതെ ഞാൻ ഒരു ട്രാൻസ് പേഴ്സണെ കംപ്ലീറ്റ്ലി അവരുടെ കൂടെ ജീവിച്ച് അമ്മ അച്ഛൻ എന്നുള്ളൊരു കൾച്ചറിലൊന്നും ജീവിക്കുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ എറണാകുളത്ത് ഞാൻ ചെല്ലുന്ന അന്നൊക്കെ ഞങ്ങൾ ഒരുപാട്, ആ സമയത്തുള്ള ട്രാൻസ് പേഴ്സൺസ് ഒരുപാട് പോലീസുകാരുടെ ഹറാസ്മെൻ്റ് ആണെങ്കിലും നാട്ടുകാരുടെ ആണെങ്കിലും എന്താ ഏതാണെന്നൊന്നും അറിയാതെ, അങ്ങനെ പെരിന്തൽമണ്ണയിലേക്ക് ഞാൻ അദാലത്തിങ് ജഡ്ജിങ് പാനലിലേക്കും അത് പാരാലീഗൽ വോളണ്ടിയറൊക്കെ ആയിട്ടാണ് ഞാൻ പെരിന്തൽമണ്ണ ചെല്ലുന്നത്. പെരിന്തൽമണ്ണ ചെല്ലുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ഒരു ആൾക്കാരെ കാണുമ്പോൾ രാത്രി കാലങ്ങളിൽ അവിടെയുള്ള ആൾക്കാർ അവരുടെ നിവൃത്തികേട് കൊണ്ട് അവർ സെക്സ് വർക്കിന് ഇറങ്ങിയിട്ടുണ്ടാവും. ഞാൻ ഈ പകലും രാത്രിയും ഒക്കെ ക്രോസ് ഡ്രസ് ഇട്ട് നടക്കുന്നു. അപ്പോൾ ഈ മുനിസിപ്പാലിറ്റി ചെല്ലുന്ന സമയത്ത്, മുനിസിപ്പാലിറ്റി ചെന്ന് നോക്കുന്ന സമയത്ത് അവിടുത്തെ കൗൺസിലേഴ്സ് പറയുമ്പോൾ ഇതാണ് ആട്ടോ എന്നും പറഞ്ഞ് മാറി നിൽക്കുന്നു. അവിടെ ആ ഒരു പകലൊന്നും നമ്മൾ എങ്ങോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര രൂപ, എവിടെയാണ് വരേണ്ടത്, റൂമുണ്ടോ, ഇങ്ങനത്തെ ചോദ്യങ്ങളിൽ മാത്രം ജീവിക്കുന്ന ഒരു സാഹചര്യം. ഇതിൽ നിന്നൊക്കെ അവരെ പറഞ്ഞ് ബോധിപ്പിക്കുന്നു. എന്നിട്ട് പെരിന്തൽമണ്ണയിൽ തന്നെ വലിയൊരു വീട് ഞാൻ റെൻറ്റിനെടുത്തു. അവിടെ വീട് റെൻറ്റിനെടുത്ത് ഹിന്ദിക്കാർ, ഞാനൊരു 30ഓളം ഹിന്ദിക്കാർ, 5 റൂമിൽ, ഒരു റൂമിൽ 5 പേര് വെച്ചിട്ട് 1000 രൂപ വെച്ചിട്ട്, അങ്ങനെ 30ഓളം ഹിന്ദിക്കാരെ ഞാൻ അവിടെ താമസിച്ചു. 30,000 രൂപ ഞാൻ അവരിൽ നിന്ന് വാങ്ങും, 12,000 രൂപ ഓണർക്ക് കൊടുക്കും. എന്നാൽ അവർ കാർക്കിച്ചതും അപ്പിട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ, ബാത്റൂം വരെ കഴുകി കൊടുത്ത് ഞാൻ ജീവിക്കും. എന്നാൽ സെക്സ് വർക്ക് എന്നുള്ളൊരു കാര്യത്തിലേക്ക് പോവരുതെന്ന് വിചാരിച്ചിട്ട്. അതുപോലെ ഇന്നും എനിക്ക് പെരിന്തൽമണ്ണ എന്നൊക്കെ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് എൻ്റെ പേര് കേൾക്കുമ്പോൾ അവർക്കൊരു ശരിക്കും ഒരു അഭിമാനം എന്നൊക്കെ തോന്നാറുണ്ട്. കാരണം അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ജീവിച്ചൊരു കാലം. മലപ്പുറം എന്ന് പറയുന്നത് ഓർത്തഡോക്സ് ഫാമിലി മൊത്തം താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുള്ള ഇതാണ്. എന്നാൽ സ്നേഹത്തിൻ്റെ ഏറ്റവും കൊടിമുടിയിൽ നിൽക്കുന്ന ആൾക്കാരുമാണ് മലപ്പുറം ആൾക്കാർ. അപ്പം അവിടെ ഒരു അബീസ് ബേക്കറി എന്ന് പറയുന്ന ബേക്കറി, നാസർക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞു, ഞാനിങ്ങനെ എന്തെങ്കിലും ജീവിക്കാനോ അല്ലെങ്കിൽ സർജറിക്കൊക്കെ പൈസ വേണം, അങ്ങനെയാണ് നിന്നെക്കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചു എന്നോട്. ഞാൻ അവിടെ ഓൾറെഡി പറഞ്ഞു, ഞാനിങ്ങനെ ഫുഡ് ഉണ്ടാക്കി തന്നാലോ. എൻ്റെ വീട്ടിൽ ഞാൻ ചോറ് എന്ന് പറയുമ്പോഴത്തേക്കും ടേബിളിൽ ചോറ് എത്തുന്നതാണ്, അല്ലെങ്കിൽ വെള്ളം എന്ന് പറയുമ്പോഴത്തേക്കും വെള്ളം എത്തുന്നതാണ്. അങ്ങനെ കഴിഞ്ഞ് എനിക്ക് ഒരു ഫുഡ് ഉണ്ടാക്കാൻ സത്യത്തിൽ ഒന്നും അറിയണ്ടായിരുന്നില്ല. എന്നാലും ആ സാഹചര്യത്തിൽ നമ്മൾ അവിടെ 15 പേർക്ക് ബേക്കറിയിലേക്കുള്ള ചോറ്, ഞാൻ 35 രൂപ എനിക്ക് ചിലവാകും, 55 രൂപ ഞാൻ അവിടെ ആക്കും. അങ്ങനെയാണ് അവിടെ ഗവൺമെൻറ് 2 സീറ്റ് ട്രാൻസ് പേഴ്സൺസിന് ഓൾറെഡി നൽകുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അവിടെയുള്ള അദാലത്തിങ് ജഡ്ജിങ് പാനലിൽ ഇരിക്കുന്ന സമയത്തും പാരാലീഗൽ വോളണ്ടിയറായിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ എനിക്ക് അന്ന് ജോബ് എന്നുള്ളൊരു ഫാഷൻ ഡിസൈനറായിട്ട് ഞാൻ കുറേ കല്യാണങ്ങൾ ഓൺലൈനിലായിട്ട് അങ്ങനെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, ഡിസൈനിങ് ഒക്കെ. അങ്ങനെ ജീവിതം പോകുന്ന സമയത്താണ് ഈ 2 സീറ്റ് വരുന്നത്. 2 സീറ്റ് വരുന്ന അവിടെ ഒരുപാട് കുട്ടികളോട് ഞാൻ ട്രാൻസ് പേഴ്സൺസിനോട് ചോദിച്ചു, നിങ്ങൾ പഠിക്കാൻ പോവോ, ഞാൻ ചിലവ് നോക്കിക്കോളാം, എന്നാലേ നമുക്കിവിടെ മലപ്പുറം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ട്, പഠിക്കുന്നുണ്ട് എന്നുള്ളത് അറിയുള്ളൂ എന്നുണ്ട്. അപ്പോൾ ആരും റെഡി ആയിരുന്നില്ല. അങ്ങനെ ഞാനാണ് മലപ്പുറം കോളേജിൽ ആദ്യമായിട്ട് ഞാൻ ഡിഗ്രിക്ക് അവിടെ എടുക്കുന്നത്. അന്ന സമയത്ത് അവിടെ കുട്ടികളൊക്കെ അത്ഭുതത്തോടു കൂടി നോക്കുന്നത് എന്താ സംഭവം. അങ്ങനെ ഞാൻ അവിടെ ഗവൺമെൻറ്റിൽ ആദ്യം കോളേജിൽ തന്നെ പോയി പറഞ്ഞു, എനിക്കൊരു ബാത്റൂം സെപ്പറേറ്റ് വേണം.
നമ്മുടെ സെപ്പറേറ്റ് ബാത്റൂം വേണം. ബാത്റൂമൊക്കെ ശരിക്കും നമ്മൾ സ്വന്തം തന്നെ ഉപയോഗിക്കുക. എങ്കിൽ പോലും നമ്മുടെ ഈക്വാലിറ്റി എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിൽ വേണ്ടതാണ്. അങ്ങനെയാണ് മലപ്പുറം കോളേജിൽ കേരളത്തിൽ ആദ്യമായിട്ടൊരു ട്രാൻസ് പേഴ്സൺസിന് ആദ്യമായിട്ട് ബാത്റൂം അവിടെ ഞാൻ ഇതാക്കുന്നത്. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് ഒരു ട്രാൻസ് പേഴ്സൺസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുക ഇതാണെന്നൊന്നും ആയിരുന്നില്ല. എനിക്ക് ജീവിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ജീവിച്ചു പോയിന്നേ ഉള്ളൂ. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ അത്ലറ്റ് മീറ്റിൽ പോകുന്ന സമയത്ത് അവിടെ ഒരു ചെയർമാനെ കാണാനാണെങ്കിലും ഡയറക്ടറെ കാണാനാണെങ്കിലും ഒരുപാട് പ്രാവശ്യം ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങളൊന്ന് അത്ലറ്റ് മീറ്റിലേക്ക് പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത്ലറ്റ് മീറ്റിൽ പങ്കെടുപ്പിച്ചു ആ വർഷം. അങ്ങനെ പിന്നെ ഇപ്പം അത്യാവശ്യം എല്ലാ മീറ്റുകളിലും ട്രാൻസ് പേഴ്സൺ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡാൻസ് കോമ്പറ്റീഷനിലോ അല്ലെങ്കിൽ ഇൻ്റർസോൺ കലോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഒരുപാട് കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി. അങ്ങനെ ഇൻ്റർസോൺ സീസൺ കലോത്സവങ്ങളിൽ ഞങ്ങൾ പങ്കെടുപ്പിച്ചു. അതൊക്കെ അവിടെ മലപ്പുറത്ത് ഇതിനെക്കുറിച്ച്, കാരണം മലപ്പുറത്തൊക്കെ ഒരു പെൺകുട്ടികൾ പരസ്പരം റൂമിൽ നിന്ന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് തട്ടം മാറ്റുന്ന മറ്റൊരു കുട്ടി കാണരുത് എന്നുള്ള രീതിയിൽ വരെ മാറ്റുന്ന ഒരു പ്രകൃതം ഉള്ള ആൾക്കാരാണ്. അതിൽ നിന്നാണ് നമ്മൾ അവിടെ ഇങ്ങനെ ഒരു ആൾക്കാർ ചെല്ലുമ്പോൾ, കാരണം ഞാൻ ഫസ്റ്റ് ചെല്ലുന്ന സമയത്ത് അവർക്ക് ഈ ബാത്റൂമിൻ്റെ സൈഡിൽ ഞാൻ ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് അവർക്കൊരു ഇറിറ്റേഷൻ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അത് അവർക്കൊരു ബുദ്ധിമുട്ട് വേണ്ടാന്ന് വെച്ചിട്ടാണ് സെപ്പറേറ്റ് ബാത്റൂം ആക്കിയത്. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ മലപ്പുറത്ത് ശരിക്കും ഞാനിപ്പോൾ ഈ പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറയുന്നുണ്ടെങ്കിലും അന്ന് ഞാൻ അനുഭവിച്ചിരുന്ന ഓരോ വേദനകൾ. കാരണം ഫസ്റ്റ് ഇയർ ഞാൻ മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ പഠിച്ചു. സെക്കൻഡ് ഇയർ ഞാൻ വിചാരിച്ചു ഇവിടെ മാത്രമല്ല, നമുക്കൊരു ഗവൺമെൻറ് കോളേജിൽ മാത്രമല്ല ഒരു പ്രൈവറ്റ് കോളേജുകളിലും നമുക്ക് ഇതാണെന്ന് വെച്ചിട്ട് ഞാൻ MES കല്ലടി കോളേജിൽ ഡിഗ്രി എക്കണോമിക്സ് സെക്കൻഡ് ഇയർ ഞാൻ പാലക്കാട് മണ്ണാർക്കാട് പഠിച്ചു. അവിടേക്ക് പോയി സെക്കൻഡ് ഇയർ. അവിടെ ചെന്ന സമയത്ത് എന്നെ കണ്ടു കഴിഞ്ഞാൽ മുഖം പൊത്തി ഓടുന്ന ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ നമുക്ക് ഈ നാക്കിൻ്റെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ HR-നോട് അവിടെ HOD-നോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്തോളാം, ഡാൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ച് സെറ്റായിക്കോളാം എന്ന്. അവിടെ A+ വാങ്ങിക്കൊടുക്കാൻ, അതിൻ്റെ ആർട്സിൻ്റെ ഭാഗത്തു നിന്ന് A+ വാങ്ങിക്കൊടുക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചു. അപ്പം ഡിഗ്രി അവിടെയായിരുന്നു ഞാനത് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഞാൻ മലപ്പുറത്ത്, കാരണം വെച്ചാൽ മലപ്പുറം എന്തായിരിക്കുള്ള അവസ്ഥ എന്നുള്ളത് അറിയാലോ. അവിടെ നിന്ന് ഒറ്റയ്ക്ക് നിന്ന് തന്നെ മറ്റേ ഒരു ട്രാൻസ് പേഴ്സൺസിന് ചിലപ്പം കുറേ ആൾക്കാർ കൂടെ ഉണ്ടാവാം, അമ്മ അച്ഛൻ അങ്ങനത്തെ കൾച്ചറിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ടുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ കംപ്ലീറ്റ്ലി സിംഗിളായിട്ട് എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ, ഒരു സുരക്ഷാ പ്രൊജക്റ്റിൽ മേരി എന്ന് പറയുന്നൊരു കുട്ടി, അതുപോലെ തന്നെ ഡിൽന, ഇവരും അങ്ങനെ കുറച്ച് നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഞാൻ വിഗും വെച്ചിട്ടാണ് അന്ന് നടന്നിരുന്നത്, അല്ലെങ്കിൽ ക്രോസ് ഡ്രസ് ഇട്ടിട്ടാണ് അന്ന് നടന്നിരുന്നതെങ്കിൽ പോലും അന്ന് അവരെന്നെ കയ്യും പിടിച്ച് ആ മലപ്പുറം ഹോട്ടലിൽ കൂടെ ആണെങ്കിലും എവിടെ പ്രോഗ്രാമിൻ്റെയാണ് സിനിമയ്ക്കാണെങ്കിലും ഒക്കെ അന്ന് അവരെന്നെ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ആ ബന്ധം ഇന്നും അവർ ഞാനും കീപ്പ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. ഞാൻ പറഞ്ഞ ഒരു ബേക്കറി ഷോപ്പിൽ ഞാൻ ഓൾറെഡി അവിടെ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. അത് രാവിലെ ഞാൻ 4 മണിക്ക് എണീച്ച് ഫുഡെല്ലാം ഒരു മീൻകറിയും അല്ലെങ്കിൽ ഒരു സാമ്പാറും ഉപ്പേരിയും ഒരു മീൻ പൊരിച്ചതും ഇതെല്ലാം ഉണ്ടാക്കി ഒരു 8:30 ആകുമ്പോഴത്തേക്കും ഞാൻ കോളേജിലെത്തും. തിരിച്ച് വന്ന് ഞാൻ പറഞ്ഞ ഹിന്ദിക്കാർ താമസിച്ച് അവരുടെ ബാത്റൂം കഴുകി കൊടുക്കാൻ മിച്ചടിച്ചിട്ട് വാരി കൊടുക്കാൻ അങ്ങനെ എളുപ്പം. കാരണം അവരത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അതേ ലെവലിൽ തന്നെ നിർത്തും. പിന്നെ അത് അവർ ഓണർക്ക് ഞാൻ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉണ്ടാക്കിയ ലാഭമൊക്കെ അതിൽ തന്നെ പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ഇന്നും വൃത്തിയാക്കി കൊണ്ട് ജീവിക്കും. അപ്പോൾ ഇങ്ങനെയായിരുന്നു എൻ്റെ അന്നത്തെ ഒരു ജീവിതത്തിൻ്റെ റൊട്ടൈൻ തന്നെ പോലെ അങ്ങനെ പോയിരുന്നത്. അപ്പോൾ അവളും എന്നോട് ഇങ്ങനെ പറഞ്ഞു, ആ അബീസ് ബേക്കറീൻ്റെ മുകളിൽ ഞാൻ 2500 സ്ക്വയർ ഫീറ്റിൽ ഒരു മോഡലിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ അവിടെ പണിതു. കാരണം കോളേജിൽ പഠിക്കുന്ന സമയത്ത് ക്ലാരസ് ജ്വല്ലറി ഒരു കോമ്പറ്റീഷൻ വെച്ചു. 14 കോളേജുകൾക്ക് ബ്രൈഡിനെ വെച്ചിട്ട് ബ്രൈഡും ഒരു കോളേജിൽ നിന്ന് ഒരു ബ്രൈഡും 7 ബ്രൈഡ് മീഡ്സും ഇങ്ങനെയായിരുന്നു ഒരു കോമ്പറ്റീഷൻ. അങ്ങനെ 14 കോളേജുകൾ പങ്കെടുത്ത് കോളേജിൽ വിന്നറായത് ഞാനായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ദുബായ് ഗോൾഡിലേക്ക് എനിക്ക് ഓഫർ വന്നു, ഒരു മോഡലിങ്ങിലേക്ക് ആയിട്ട് ദുബായ് ഗോൾഡിലേക്ക് വന്നു. അങ്ങനെ ഞാൻ അവിടുത്തെ ഒരു വർഷത്തേക്ക് മോഡലായി മാറി. അങ്ങനെ എനിക്കിപ്പം കുറേ പേര് ചോദിക്കും എങ്ങനെ അറിയാം മോഡലിങ്ങിലേക്ക് വരണ്ടേ. മലപ്പുറത്തുള്ള ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല. കുറേ ആൾക്കാർക്ക് എന്നാൽ താല്പര്യമുണ്ട്, താനും വരാനുള്ള താല്പര്യമില്ല. അങ്ങനെയാണ് ഞാൻ മലപ്പുറത്ത് തന്നെ ഒരു മോഡലിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതും കോവിഡിൻ്റെ സമയത്തായിരുന്നു അപ്പോഴാണ് കോവിഡ് വരുന്നതും. അപ്പം ആ സമയത്ത് ഞാൻ ഈ 2500 സ്ക്വയർ ഫീറ്റിൽ ഞാൻ ഉണ്ടാക്കി കൊടുത്തു. അവിടെ തന്നെ ഞാൻ ഒരു
മോഡലിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പണിതു. അപ്പോൾ കുറേ കുട്ടികൾക്കൊക്കെ അവിടെ ആക്ടിങ് വർക്ക്ഷോപ്പുകളാണെങ്കിലും മേക്കപ്പ് വർക്ക്ഷോപ്പുകളാണെങ്കിലും ഇങ്ങനത്തെ മോഡലിങ്ങിൻ്റെ ക്ലാസ്സുകളാണെങ്കിലും ഒക്കെ നമ്മളവിടെ കൊടുത്ത് ആ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മോഡലിങ്ങിലേക്കാണെങ്കിലും ആക്ടിങ്ങിലേക്കാണെങ്കിലും ഞാൻ എത്തിയത് അങ്ങനെ അതിലേക്ക് പോകണം എന്ന് കരുതിക്കൊണ്ടായതല്ല. പിന്നെ എനിക്ക് തോന്നി ജിമ്മിൽ ഞാൻ കണ്ടിന്യൂസ് പണ്ട് തൊട്ടേ ഞാൻ ജിമ്മ് വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്. അതെൻ്റെ ബോഡി ഷേപ്പും എല്ലാം ഞാൻ ആ റേഞ്ചിൽ പിടിക്കുന്ന ഒരാളാണ്. അപ്പോൾ വർക്കൗട്ടൊക്കെ ഞാൻ അന്ന് 2018 2019 ഞാൻ മലപ്പുറത്തെ മിസ് കേരള അതിൽ വിന്നറായി. എന്ന് വെച്ചാൽ ബോഡി ബിൽഡേഴ്സിൻ്റെ ബോഡി ഫിസിക്കൽ ഞാൻ അവിടെ ആയി. പിന്നെ ഞാൻ 2019 ഞാൻ മിസ് കേരള കോമ്പറ്റീഷനിൽ കോഴിക്കോട് തന്നെ കോമ്പറ്റീഷനിൽ പങ്കെടുത്തു. അതൊക്കെ ആദ്യമായിട്ടാണ് ഒരു ട്രാൻസ് പേഴ്സൺ പങ്കെടുക്കുന്നത്. അങ്ങനെ അതിലിതായി. അപ്പോൾ ജിമ്മും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പണ്ട് തൊട്ടേ പോകുന്നൊരു വ്യക്തിയാണ്. ഈ ഒരു ലൈഫിൽ ഇപ്പം എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞില്ല, സിനിമയിൽ അത്യാവശ്യം അറിയപ്പെടുന്നൊരിതായി മാറി. അപ്പം ഇന്നിപ്പം ഞാൻ ഒരു സിനിമ പ്രൊഡക്ഷൻ കമ്പനിയുടെ, കാരണം ഒരു വലിയൊരു പ്രൊഡക്ഷൻ കമ്പനി സൂര്യഭാരതി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനിയുടെ ഡയറക്ടറായി മാറി സിനിമയിൽ. അപ്പം ഇനിയിപ്പോൾ എന്നിലൂടെ തന്നെ കുറേ സിനിമകൾ പുറത്തേക്ക് വരുന്ന രീതിയിലേക്കായി മാറിയിട്ടുണ്ട്.